ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളതൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ കയ്പ വെച്ചിട്ട് എന്ത് ഹെൽത്തി ആണെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? ഒരുവിധം ആൾക്കാർക്കൊന്നും ഈ കയ്പ എന്ന് പറയുന്നത് ഇഷ്ടമല്ലല്ലേ? അതതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് അതിൻ്റെ കാരണം. എന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വിഭവമാക്കി മാറ്റിയാലോ ഈ ഒരു കയ്പ. കാരണം ഞാനിത് ഒന്ന് പൊരിക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ കയ്പ ഫ്രൈ എന്നൊക്കെ പറയും കേട്ടോ. അത് ഞാനിട്ട പേരാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ ഫ്രൈ ചെയ്യുന്ന മസാലകൾ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ കോൺഫ്ലവറും പിന്നെ കുറച്ച് സുറുക്ക കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കയ്പ അതിലേക്ക് ഇട്ടുകൊണ്ട് എല്ലാ മസാലകളും അതിലേക്ക് യോജിപ്പിക്കുക. ഞാൻ ഈ ഒരു കയ്പ കല്ലുപ്പിട്ട് നന്നായിട്ട് കഴുകി വെച്ചാണ് കേട്ടോ. നമ്മൾ കയ്പ് കുറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതെൻ്റെ ഉമ്മയുടെ ഒരു ടിപ്പാണ്. ഇതുപോലെ കൈ വെച്ച് തന്നെ കുഴക്കുക കേട്ടോ. കാരണം നമുക്ക് മസാലകളൊക്കെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അപ്പോഴേക്ക് നമ്മുടെ ചട്ടി നമ്മുടെ അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായതിന് ശേഷം ഇതുപോലെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കാരണം എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ കയ്പ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ ഞാനൊന്ന് അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കയ്പും കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കല്ലുപ്പിട്ട് കഴുകിയതിലൂടെ അതിന്നും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൽ നിന്നും കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഒരു ഇത് കഴിക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഉമ്മാക്ക് അത്യാവശ്യം നല്ലോണം മുരിയണം. അപ്പോൾ ഞാൻ നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.